ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൗതം ബേഗിലെ കുറേ ഐലൻഡ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഐലൻഡിൽ പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടുത്തെ ലൈഫ് എങ്ങനെയാണെന്ന് കാണാനും പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനും ഇതൊക്കെയായിരുന്നു മെയിൻ ഉദ്ദേശം. ഒരു വെള്ളിയാഴ്ച വൈകിട്ട് ഇതിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ആലോചിച്ചു, നാളെ ശനിയാഴ്ച അല്ലേ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അപ്പോൾ പിന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. 2 ഫ്രണ്ട്സിനെയും കൂടി വിളിച്ചിട്ട് പറഞ്ഞു, എടാ നാളെ നമുക്ക് ഐലൻഡിലോട്ട് പോവാം. അപ്പോഴും ഏത് ഐലൻഡിൽ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. കുറച്ച് നേരം ഇരുന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഡോൺസോ എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് കണ്ടുപിടിച്ചു. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഡോൺസോ ഐലൻഡിനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ബോട്ടിൽ കയറിയതിന് ശേഷമാണ് മനസ്സിലാക്കിയത് 45 മിനിറ്റോളം യാത്രയുണ്ട് ഈ പറഞ്ഞ ഐലൻഡിലോട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും സംസാരിച്ച് പുറത്തുള്ള കാഴ്ചകളും കണ്ട്. പുറത്ത് എന്താ കാഴ്ച, കടൽ മാത്രമേ ഉള്ളൂ. ഈ ഡോൺസോ എന്ന് പറഞ്ഞ ഐലൻഡ് 5 ഐലൻഡിന് ശേഷമുള്ളതാണ്. അപ്പം ആ പോകുന്ന വഴിക്കല്ല ഓരോ ഐലൻഡിലും നിർത്തുമ്പോഴത്തേക്കും കുറച്ച് പേരൊക്കെ ഇറങ്ങി പോകുന്നത് കാണാമായിരുന്നു. പിന്നെയും എന്ത് ചെയ്യാനാ, 45 മിനിറ്റും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുക, ഇതേ പറ്റത്തുള്ളായിരുന്നു, വേറെ വഴിയൊന്നുമില്ല. അവസാനം നമ്മൾ ഡോൺസോ ഐലൻഡിലെത്തി. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നതല്ലാണ്ട് നേരിട്ട് ഗൗതം ബേഗിലെ ഒരു ഐലൻഡിൽ ഞാൻ പോയിട്ടില്ല. നമ്മുടെ സിറ്റി ലൈഫിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ വെയിലുണ്ടെന്നേ ഉള്ളൂ, ചൂടൊന്നുമില്ല വലുതായിട്ട്. തണുപ്പുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം തണുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാട്ടിയും പ്രശ്നമായിരുന്നത് നല്ല കാറ്റായിരുന്നു. ഇവിടെ വന്ന ഉടനെ തന്നെ കണ്ടത് ഈ ഒരു വണ്ടിയായിരുന്നു. ഇവിടെ എല്ലാവരും കാറും ഒന്നുമല്ല ഉപയോഗിക്കുന്നത്, ഈ വണ്ടികളാണ് ഉപയോഗിക്കുന്നത്. ഇതിലാകുമ്പോഴത്തേക്ക് അത്യാവശ്യം 2 പേർക്കിരുന്ന് പോകാനും പറ്റും, എന്നാൽ വീട്ടിലത്തേക്കുള്ള സാധനങ്ങൾ എല്ലാവരും കൊണ്ടുപോകാനും പറ്റും. പിന്നെ ഇവിടെ കണ്ട ഒരു കാഴ്ചയാണ് ഈ ആംബുലൻസ് ബോട്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിലത്തേക്കും സിറ്റിയിലോട്ട് പോകണ്ടേ, ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളതാണ് ആംബുലൻസ് ബോട്ടും. ഇതിൽ തന്നെ ഒരു കാറുണ്ടായിരിക്കും. ഈ കാറിൽ കയറിയിട്ട് ഐലൻഡിലോട്ടുള്ള വീടുകളിൽ നിന്നും ആൾക്കാരെ, പേഷ്യൻസിനെ വിളിച്ച് ഈ ബോട്ടിലോട്ട് എത്തിക്കും. പിന്നെ ഇവിടെ കാണുന്നത് കുറേ പ്രൈവറ്റ് ബോട്ട്സ് ഉണ്ടായിരുന്നു. ഈ സൈഡിൽ കാണുന്ന വീടുകൾ എന്നൊക്കെ പറയണത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടുകളിലൊക്കെ ഓണേഴ്സിൻ്റെ ഒരു സ്പെയർ പാർട്സ് വെക്കാനും പിന്നെ അവരുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഒരു റൂം പോലെയൊക്കെയാണ്. ഇവിടെ എല്ലാവരുടെയും പേരൊക്കെ ഉണ്ടായിരുന്നു. ഈ ബോട്ടിൻ്റെ ഓണേഴ്സിൻ്റെയൊക്കെ പേരിലായിരുന്നു ഓരോ വീടുകളും ഉണ്ടായത്. ഈ ഒരു വഴി എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഇത് നേരെ എത്തുന്നത് കടലിലോട്ടാണ്. കടലിൽ ചാടാൻ പോകുന്നതല്ല കേട്ടോ. ഈ വഴി കണ്ടപ്പോഴത്തേക്കും ഒന്ന് നടക്കാൻ തോന്നി. ഇവിടെ കൂടി നടന്നപ്പോഴത്തേക്കും ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെയിലൊന്നുമല്ല കേട്ടോ, നല്ല കാറ്റായിരുന്നു. അങ്ങനെ കാറ്റൊക്കെ കണ്ട് ഒരു പാട്ടൊക്കെ പാടി ആ വഴിയിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നപ്പോഴത്തേക്കും വല്ലാത്തൊരു ഫീലായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഓരോ വീടുകൾ കാണാനായിരുന്നു. ഐലൻഡിൽ വീടുകളെല്ലാം അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീടിനകത്തായിരുന്നു, ആരെയും പുറത്തോട്ട് കണ്ടില്ല. ഇവിടെ മിക്ക വീടുകളും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിക്കകത്തായിരിക്കും ആൾക്കാർ താമസിക്കുന്നത്. വല്ലപ്പോഴും ഒരിക്കലും ഇവിടെ വന്ന് താമസിക്കും. ഇതെല്ലാം നടന്ന് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങി. പുറത്ത് പോലെ നമുക്ക് ഹോട്ടലൊന്നുമില്ല ഇവിടെ വന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ 3 പേരും കൊണ്ടുവന്ന ഫുഡെല്ലാം അതേപോലെ കഴിച്ചു. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ, ഇതൊക്കെ കണ്ട് ആസ്വദിച്ചാൽ കഴിച്ചു. അതിനുശേഷം നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു സ്റ്റോർ കണ്ടു. ഇതൊരു മിനി സൂപ്പർ മാർക്കറ്റായിരുന്നു. ഇതിൻ്റെ പേര് ഈക്ക മാക്സി എന്നായിരുന്നു. ഐലൻഡിലുള്ളവരെല്ലാം സാധനങ്ങൾ വാങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഞങ്ങൾ നോക്കിയായിരുന്നു ഇവിടെ എന്തെങ്കിലും വിലയിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത്. പക്ഷേ എന്നാൽ വലിയ വ്യത്യാസമൊന്നും ഞങ്ങൾ കണ്ടില്ലായിരുന്നു. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐലൻഡിലുള്ളവർക്ക് സാധനം വാങ്ങാനായിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് സാധനങ്ങൾ വാങ്ങി വീട്ടിലോട്ട് കൊണ്ടുപോകാനും എളുപ്പമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഒരു സൈഡും കൂടി കറങ്ങാമെന്ന് വിചാരിച്ചു. ഐലൻഡിൻ്റെ ഒരു സൈഡും ഫുള്ള് ഞങ്ങൾ രാവിലെ തന്നെ കറങ്ങിയായിരുന്നു. ഇതുവഴി നടക്കാൻ നേരത്ത് ഒരു അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും കണ്ടായിരുന്നു. അവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അവർ ഞങ്ങളോട് കുറേ സംസാരിച്ചു. അവരിവിടെ വന്നതും അവരുടെ മാരേജ് കഴിഞ്ഞതും ഇവിടെ അവർ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നാളായിരുന്നു എല്ലാം സംസാരിച്ചു. നല്ല രസമായിരുന്നു അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. അവർക്കും ഒരു സന്തോഷമായി, കാരണം പുറത്തുനിന്ന് ഒരാളോട് സംസാരിക്കുമ്പോഴത്തേക്കും അവർക്കൊരാശ്വാസം. അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അവർ കാണുന്ന ഐലൻഡിലുള്ളവർ തന്നെ ആയിരുന്നില്ലേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു പള്ളി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഒരു ഗ്രൗണ്ട് പോലെ കണ്ടു. ഒരു ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് വേണമെങ്കിൽ തന്നെ ഫുട്ബോളും കളിക്കാവുന്ന രീതിയിൽ കോർട്ടൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒരു ടെന്നീസ് കോർട്ട് കണ്ടു. ഇവിടെ എല്ലാം തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് പുറത്ത് പോകണ്ട, അവർക്ക് ആസ്വദിക്കാനുള്ള ഈ ഐലൻഡിൽ തന്നെ ഉണ്ട്. അവർക്ക് ഇവിടെ വന്ന് കളിക്കാം. ഈ ഐലൻഡിലുള്ളവർക്ക് ഇവിടെ വന്ന് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പള്ളിയുണ്ട്, പള്ളിയിൽ പോവാം. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോവാം.
ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വയ്യായിക വന്നു കഴിഞ്ഞാൽ നേരെ ഒരു ആംബുലൻസ് ഉണ്ട്, അതിൽ കയറി നമുക്ക് നേരെ സിറ്റിക്കകത്തോട്ട് തന്നെ വരാം. പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഏത് പാതിരാത്രി ആയാലും അത് വർക്കിംഗ് ആണ്, ആംബുലൻസ് സർവീസ് വർക്കിംഗ് ആണ്, അതിൽ കയറി വരാം. അതെല്ലാം കണ്ട് നിന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടെത്തി. ഞങ്ങൾ പിന്നെ അതിൽ കയറാൻ പോയി. ഇവിടെ നോക്കിയപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് തിരിച്ച് വീക്കെൻഡ് ആസ്വദിച്ചതിന് ശേഷം തിരിച്ചു പോകുന്ന കാഴ്ചകൾ ഞാൻ കണ്ടായിരുന്നു. അവരെല്ലാം വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചിലവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ താഴെയായിരുന്നു ഇരുന്നത്. അപ്പോഴേ ഞങ്ങൾ ആലോചിച്ച പോകുമ്പോഴത്തേക്കും മുകളിൽ ഇരിക്കാമെന്നുള്ളത്. അപ്പോൾ ഒന്ന് വെയിലും കുറയും, എന്നാൽ കുറച്ച് കാറ്റും കിട്ടും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. കാറ്റ് കിട്ടുമെന്ന് ചിന്തിച്ചതേ ഉള്ളൂ, നല്ല കാറ്റായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തി. ഞങ്ങൾ ഇറങ്ങി. അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു ഐലൻഡിലോട്ട് പോകാനായിട്ട് ബോട്ട് നോക്കി നിൽക്കുന്ന കുറേ പേരെ ഞങ്ങൾ കണ്ടു. അതിനുശേഷം ഞങ്ങളൊരു ബസ്സിൽ കയറി തിരിച്ച് റൂമിലോട്ട് പോയി. ഇതൊക്കെയാണ് ഡോൺസോ ഐലൻഡിലെ കാഴ്ചകൾ. ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.